ഇവിടെ ലിയണൽ മെസ്സി പന്തുമായി പോകുന്നു. മുമ്പിൽ ബാർസലോണ പ്ലെയർ ത്രൂ ബോളായി കൈ കാണിക്കുന്നു. ലിയണൽ മെസ്സിയുടെ കൃത്യമായ ഡിസിഷൻ കാരണം ഒരു മനോഹരമായ പാസ് തന്നെ അവിടെ വെക്കുന്നു. ഇത് കാരണമാണ് ഫുട്ബോളിൽ സ്കാനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പറയുന്നത്. ദാറ്റ്സ് വൈ ഹീസ് ദ ഗോട്ട്. ഇവിടെ ലിയണൽ മെസ്സി വിങ്ങിലൂടെ പോകുന്നു. മുമ്പിൽ സാമ്യുവൽ ഇറ്റോ ത്രൂ ബോളായി കാണിക്കുന്നു. ലിയണൽ മെസ്സി ഇത് കാണുകയും വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്മൂത്ത് റിവേഴ്സ് പാസ് വെച്ചു കൊടുക്കുകയും ചെയ്തു. ഇതൊരു മനോഹരമായ ഗോൾ തന്നെയാണ്. അതിനുപരി ഒരു മനോഹരമായ അസിസ്റ്റ് തന്നെ. പന്തുമായി ലിയണൽ മെസ്സി പോകുന്നു. ഫസ്റ്റ് ഡിഫൻഡറെ ബോഡി ഫെയിന്റ് വെച്ച് ഡ്രിബിൾ ചെയ്ത് പാസ് ചെയ്യുന്നു. സെക്കൻഡ് ഡിഫൻഡറെ പാസ് ചെയ്ത് ബാർസലോണ പ്ലെയർ ത്രൂ ബോളിനായി കൈ കാണിക്കുന്നത് കണ്ടു. ഒരു മനോഹരമായ പാസ് ആൻഡ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഗോൾ. ഇതിനൊക്കെ കാരണം ജസ്റ്റ് സ്കാനിങ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ലിയണൽ മെസ്സി പന്തുമായി പോകുന്നു. മെസ്സിക്ക് പാസ് ചെയ്യാൻ 3 ഓപ്ഷൻസുകൾ. മെസ്സി പോകുന്നിടക്ക് റൈറ്റ് വിങ്ങിലെ പ്ലെയറിനെ ശ്രദ്ധിക്കുന്നു. ഡിഫൻഡേഴ്സിലേക്ക് ഡയറക്റ്റ് ഡ്രിബിൾ ചെയ്ത് അവരെ അടുത്ത് വലിപ്പിക്കുമ്പോൾ ബാക്കിൽ സ്പേസ് ലഭിക്കുന്നു. ഇത് കാരണം ഒരു അടിപൊളി ത്രൂ പാസ് അവിടെ വെക്കുന്നു ആൻഡ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഗോൾ. അത് കാരണമാണ് ഫുട്ബോളിൽ സ്കാനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. പന്തുമായി ലിയണൽ മെസ്സി പോകുന്നു. മുമ്പിലെ ഡിഫൻഡറുടെ ഡയറക്ഷൻ മാറിയപ്പോൾ ലിയണൽ മെസ്സി ബോളുമായി ഉള്ളിലേക്ക് പോകുന്നു. മാക്സിമം ഉള്ളിലേക്ക് പോയി ബാർസലോണ പ്ലെയറിനെ കണ്ടതും ഒരു ബ്യൂട്ടിഫുൾ പാസ് തന്നെ അവിടെ വെക്കുന്നു. ഇതിനെല്ലാം കാരണം സ്കാനിങ് ഈസ് ക്രൂഷ്യൽ ഇൻ ഫുട്ബോൾ. ഇതുപോലെ സ്കാനിങ് പഠിക്കണമെങ്കിൽ ഈ പേജ് ഫോളോ ചെയ്യുക. ഈ പേജിൽ ഫുട്ബോളിനെ പറ്റിയുള്ള അനാലിസിസ് ആണ് പറയാൻ പോകുന്നത്. പ്ലീസ് സപ്പോർട്ട്. നന്ദി.